ഇത് നാഗവള്ളി എന്ന് പറഞ്ഞ ചെടിയാണ്. പണ്ട് കാവുകളിലൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. ഇത് ഞരമ്പോടൽ എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യമാണ്, വള്ളിച്ചെടിയാണ്. ഒറിജിനൽ ഞരമ്പോടലാണെങ്കിൽ നമ്മൾ ബലം കൊടുത്ത് ഇങ്ങനെ കശുക്കുക. ബാക്കിയുള്ള ഇതിൻ്റെ അപരന്മാരാണെങ്കിൽ ഇത് കശുക്കി കഴിഞ്ഞാൽ ഇതെല്ലാം ഞരമ്പ് ഉൾപ്പെടെ എല്ലാം പൊടിഞ്ഞു പോകും. ഇത് ഭൂതംകൊല്ലി എന്ന് പറഞ്ഞ ചെടിയാണ്. ആ പേരിൽ തന്നെ ഭൂതത്തെ കൊല്ലുക, അതായത് നെഗറ്റീവ്സിനെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക എന്നുള്ളൊരു സവിശേഷത ഇതിനുണ്ട്. ഇത് വില കൂടിയ കർപ്പൂര തൈലങ്ങൾ അതുപോലെ ചില എണ്ണകൾക്ക് ഉപയോഗിക്കാറുണ്ട്. സുഗന്ധ തൈലം അങ്ങനെയുള്ളതിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ഇടത്തരം മരമാണ്, വൻവൃക്ഷം, സ്ലോ ഗ്രോത്താണ്. ഒരു തണൽ വൃക്ഷമായിട്ട് ഇന്ന് വീടിൻ്റെ മുൻപിലൊക്കെ വെക്കാൻ നല്ലതാണ്. ഇത് സാധാരണ ആളുകൾ നമ്മൾ കയറി വരുന്ന കവാട അല്ലെങ്കിൽ ഗേറ്റിൻ്റെ അവിടെയാണ് വെച്ചത്. ചിലർ 4 മൂലയ്ക്കൊക്കെ വെക്കാറുണ്ട്. എന്താണെങ്കിലും നമ്മുടെ അനുഭവത്തിൽ കൂടി പറയുകയാണെങ്കിൽ ഒത്തിരി ആൾക്കാർ, നമ്മുടെ മെയിൻ വിശ്വാസമാണല്ലോ, പിന്നെയാണ് സയൻസ് വരുന്നത്. അപ്പോൾ ഇത് ഒരുപാട് പേര് ഇതിനെപ്പറ്റി ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട്. പക്ഷെ ഒത്തിരി ആൾക്കാർ ഇതിപ്പോൾ വളരെ വിശ്വാസത്തോടെ വാങ്ങിച്ച് പരിപാലിക്കുന്ന ഒരു മരമാണ്. പിന്നെ ഇത് നെഗറ്റീവ്സ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ആദ്യങ്ങളിലൊക്കെ ഈ സൈഡ് കരിയുന്നൊരു സ്വഭാവമുണ്ട്. അത് നെഗറ്റീവ്സ് കൂടുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇത് കരിങ്ങോട്ട എന്നുള്ള നമ്മുടെ ശരിക്കും നാടൻ മരമാണ്. പണ്ട് കാലത്തൊക്കെ എല്ലാ വീടുകളിലും വേലിയരികിലൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇന്ന് ഇതും വംശനാശ ഭീഷണി നേരിടുന്നതാണ്. ഇത് മെയിൻ ഉപയോഗങ്ങൾ വാതപിത്ത രോഗങ്ങൾക്ക് ഇത് ഉപയോഗിക്കാറുണ്ട്. ഇത് മെതിയടിക്കാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം ഇതിന് അധികം ഇത് കനം കുറഞ്ഞൊരു, അതായത് വെയിറ്റ് കുറഞ്ഞൊരു മരമാണ്. പിന്നെ പണ്ട് കാലങ്ങളിലൊക്കെ ശരിക്കും ഈ നമ്മുടെ അന്ന് മച്ചിൻ്റെ മുകളിൽ, ഈ പലകയുടെ മുകളിൽ ഇത് നിരത്തിയിട്ടാണ് സുറുക്കിയിട്ടിട്ട് ഇഷ്ടിക നിരത്തുന്നത്. കാരണം ചെതലിനെ അകറ്റുന്ന ഒരു മരം, ചെതൽ വരില്ല. ഞങ്ങളുടെ വീട് തന്നെ ഒരു ഏകദേശം 120 വർഷമായി. കഴിഞ്ഞ തവണ ഇത് റിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ ഈ പച്ചപ്പ് മാറിയെന്ന് മാത്രം, ഇല നശിയാതെ അതിൻ്റെ അടിയിൽ ഇപ്പോഴും അതേപടി ഇരിക്കുകയാണ്. ഇതിൻ്റെ കായ മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ എണ്ണ ജോയിൻറ്റ്സ് പെയിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. വളരെ കാലം മുമ്പ് തന്നെ ഇത് നമ്മുടെ ആയുർവേദത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു എണ്ണയും കൂടിയാണ്. പല എണ്ണകളിലും ഇത് ചേർക്കാറുണ്ട്. ഇത് കെപ്പൽ എന്നുള്ള മരമാണ്, വിദേശിയാണ്. ശരിക്കും അറബ് രാജ്യമാണ് ഇതിൻ്റെ ജന്മസ്ഥലം. പണ്ട് അറബ് രാജാക്കന്മാർ വേറെ പുറത്തായിരിക്കും നടാൻ പാടില്ല, രാജാക്കന്മാർ മാത്രം അവരുടെ കൊട്ടാരത്തിൽ സംരക്ഷിച്ചു വരുന്ന മരമാണ്. ഇതിൻ്റെ ഉപയോഗങ്ങളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കായോ ഫ്ലവറോ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്ന വിയർപ്പിന് പോലും സെൻറ്റിൻ്റെ വാസനയായിരിക്കും. അപ്പോൾ അന്ന് ഇത് സാധാരണക്കാരുടെ ഇടയിലില്ലായിരുന്നു. ഇന്ന് ഇപ്പോൾ എല്ലായിടത്തും വളർത്തി തുടങ്ങി. ഇപ്പോൾ ഇന്ത്യയിൽ വന്നു പല സ്ഥലങ്ങളിൽ ഇത് വളർത്തി വരുന്നുണ്ട്. വിദേശിയാണ്.